എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജയ സുരേഷ് എന്നാണ്. ഞാനൊരു ലൈഫ് കോച്ചാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മണി മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻ വീഡിയോയാണ്. ഇതിനൊരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മ്യൂസിക് തന്നെയാണ്. അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആഴത്തിൽ ഇറങ്ങിപ്പോകാനും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു അബണ്ടൻസ് ഫീലിംഗ് തരാനും സഹായിക്കുന്ന മ്യൂസിക്കാണ്. അതുപോലെ തന്നെ അഫർമേഷൻസ് വളരെ പവർഫുൾ ആയിട്ടുള്ള അഫർമേഷനുകളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടും വളരെ കാമായിട്ടും നിങ്ങൾ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു മെഡിറ്റേഷനിലൂടെ എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾക്കായിട്ട് ഞാൻ തരുന്നതും. അപ്പോൾ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം. നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. കസേരയിലോ കട്ടിലിലോ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇരിക്കാൻ സൗകര്യപ്പെടുന്നത് ആ രീതിയിൽ നിങ്ങൾക്കിരിക്കാം. അങ്ങനെ ഇരുന്നതിന് ശേഷം വളരെ സാവകാശം കണ്ണുകൾ അടയ്ക്കാം. നട്ടെല്ല് നിവർന്നിരിക്കുകയാണെന്ന് ഉറപ്പുവരുത്താം. ഇപ്പോൾ ഒരു ദീർഘശ്വാസം മൂക്കിലൂടെ എടുത്ത് വളരെ സാവകാശം വായിലൂടെ പുറത്തേക്ക് വിടാം. ഇനി വീണ്ടും ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. വളരെ സാവകാശം പുറത്തേക്ക് വിടാം. മറ്റൊരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. വളരെ സാവകാശം പുറത്തേക്ക് വിടാം. ഇനി സാധാരണ പോലെ ശ്വാസം എടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും നമുക്ക് റിലാക്സ് ചെയ്യിക്കാം. നിങ്ങളുടെ ശ്രദ്ധയെ കാൽപാദത്തിലേക്ക് കൊണ്ടുവരാം. കാൽപാദം വിശ്രമിക്കുന്നതായി സങ്കല്പിക്കാം. കണങ്കാലുകളിലേക്ക് ശ്രദ്ധിക്കാം. കണങ്കാലുകളും ഇപ്പോൾ വിശ്രമാവസ്ഥയിലാണ്. കാൽമുട്ടുകൾ വിശ്രമിക്കുന്നു. തുടകൾ വിശ്രമിക്കുന്നു. അരക്കെട്ട് വിശ്രമിക്കുന്നു. നിങ്ങളുടെ ഉദരത്തിനുള്ളിലെ എല്ലാ ആന്തരിക അവയവങ്ങളും ഇപ്പോൾ പൂർണ്ണമായും വിശ്രമാവസ്ഥയിലായി കഴിഞ്ഞു. നിങ്ങളുടെ നെഞ്ചിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. നെഞ്ചും ഇപ്പോൾ വിശ്രമാവസ്ഥയിലാണ്. ഇരു കൈകളിലേക്കും ശ്രദ്ധയെ കൊണ്ടുവരാം. ഇരു കൈകളും കൈവിരലുകളും ഇപ്പോൾ പൂർണ്ണമായും വിശ്രമാവസ്ഥയിലായി കഴിഞ്ഞു. നിങ്ങളുടെ ഷോൾഡറുകൾ വിശ്രമിക്കുന്നു. കഴുത്ത് വിശ്രമിക്കുന്നു. താടിയെല്ല്, കവിൾത്തടം, കണ്ണുകൾ, നെറ്റിത്തടം, ശിരസ് പൂർണ്ണമായും ഇപ്പോൾ വിശ്രമാവസ്ഥയിലായി കഴിഞ്ഞു. കാൽപാദം മുതൽ ശിരസ് വരെയുള്ള ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും
ഇപ്പോൾ പൂർണ്ണമായും വിശ്രമാവസ്ഥയിലായി കഴിഞ്ഞു. ഇപ്പോൾ എന്നോടൊപ്പം ഈ പവർഫുൾ അഫർമേഷൻസ് റിപ്പീറ്റ് ചെയ്യുക. മനസ്സിൽ ഫീൽ ചെയ്തുകൊണ്ട് പറയാം: പണം എന്നിലേക്ക് സ്വാഭാവികമായി വരുന്നു. പണം എന്നിലേക്ക് സ്വാഭാവികമായി വരുന്നു. പണം എന്നിലേക്ക് സ്വാഭാവികമായി വരുന്നു. ഞാൻ സമ്പന്നനാണ്. ഞാൻ സമ്പത്തിനെ ആകർഷിക്കുന്നു. ഞാൻ സമ്പന്നനാണ്. ഞാൻ സമ്പത്തിനെ ആകർഷിക്കുന്നു. ഞാൻ സമ്പന്നനാണ്. ഞാൻ സമ്പത്തിനെ ആകർഷിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ പണത്തിൻ്റെ ഫ്ലോ തുടർച്ചയായി എനിക്ക് ലഭിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ പണത്തിൻ്റെ ഫ്ലോ തുടർച്ചയായി എനിക്ക് ലഭിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ പണത്തിൻ്റെ ഫ്ലോ തുടർച്ചയായി എനിക്ക് ലഭിക്കുന്നു. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. പണം എന്നെ സ്നേഹിക്കുന്നു. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. പണം എന്നെ സ്നേഹിക്കുന്നു. എനിക്കാവശ്യമുള്ള പണം എളുപ്പത്തിൽ എനിക്ക് ലഭിക്കുന്നു. എനിക്കാവശ്യമുള്ള പണം എളുപ്പത്തിൽ എനിക്ക് ലഭിക്കുന്നു. എനിക്കാവശ്യമുള്ള പണം എളുപ്പത്തിൽ എനിക്ക് ലഭിക്കുന്നു. ഓരോ അഫർമേഷനും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആ വേർഡ്സ് നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ ഇറങ്ങിച്ചെയ്യുന്നതായി അനുഭവിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള പണം നിങ്ങളുടെ ജീവിതത്തിൽ എത്തിക്കഴിഞ്ഞു എന്ന് മനസ്സിൽ കാണുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എമൗണ്ട് കാണുക. ആ സന്തോഷം ഫീൽ ചെയ്യാം. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് ഇപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. മൊബൈൽ സ്ക്രീനിൽ വളരെ വലിയൊരു എമൗണ്ട് അത് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ആ കാണുന്ന ആ സമയം നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? അതിപ്പോൾ ഫീൽ ചെയ്യാം. അമിതമായ സന്തോഷം, ഒരു സെക്യൂരിറ്റി ഫീലിംഗ്, അഭിമാനം, എല്ലാം നിങ്ങൾക്കിപ്പോൾ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ATM പോയി ആ ക്യാഷ് എടുത്തു. അതിപ്പോ നിങ്ങളുടെ കയ്യിലുണ്ട്. ആ നോട്ടിൽ സ്പർശിക്കുമ്പോഴുള്ള ആ സുഖം, ആ നോട്ട് നിങ്ങൾക്കിപ്പോ ഒന്ന് മണപ്പിച്ച് നോക്കാം. പുതിയ നോട്ടിന്റെ ആ മണം ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. ആ പണത്തോട് നിങ്ങളുടെ മനസ്സിൽ അതിയായ സ്നേഹം ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ സ്വന്തമായി ഷോപ്പിംഗ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം നിങ്ങൾ വാങ്ങുന്നു. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടുന്നതെല്ലാം നിങ്ങൾ വാങ്ങുന്നു. നിങ്ങളുടെ സ്വപ്ന ഭവനം, നിങ്ങളുടെ ഡ്രീം കാർ എല്ലാം ഇപ്പോൾ നിങ്ങളുടെ സ്വന്തമായി കഴിഞ്ഞിരിക്കുന്നു. ആ സമ്പത്തിന്റെ എനർജി
നിങ്ങളെ ചുറ്റി വളയുന്നു. നിങ്ങൾ അബണ്ടൻസിന്റെ മാഗ്നറ്റ് ആണ്. പണം നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നു. ഇത് വളരെ നന്നായി നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാരണവശാലും അത് മിസ് ചെയ്യരുത്. ഇപ്പോൾ യൂണിവേഴ്സിനോട് നന്ദി പറയുക. ഇതിനകം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള എല്ലാ സമ്പത്തിനും നന്ദി പറയാം. പണം കൊണ്ട് നിങ്ങൾ എന്തെല്ലാം നേടിയോ, നിങ്ങൾക്ക് എന്തെല്ലാം ലഭിച്ചോ, അതിനെല്ലാം നന്ദി പറയാം. നിങ്ങളുടെ ആരോഗ്യത്തിന് നന്ദി പറയാം. നിങ്ങളുടെ കുടുംബത്തിന് നന്ദി പറയാം. സുഹൃത്തുക്കൾക്ക് നന്ദി പറയാം. നിങ്ങൾ ഇന്ന് കഴിച്ച ആഹാരത്തിന് നന്ദി പറയാം. നിങ്ങളുടെ വീടിന് നന്ദി പറയാം. എല്ലാത്തിനും നന്ദി. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എനർജി അതിങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ നുരഞ്ഞു പൊങ്ങുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എനർജി നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ ആക്സിലറേറ്റ് ചെയ്യുന്നു. നിങ്ങളിപ്പോൾ അബണ്ടൻസ് ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വരാം. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്കെടുത്ത് വളരെ സാവകാശം പുറത്തേക്ക് വിടാം. ഇനി മറ്റൊരു ദീർഘശ്വാസം ഉള്ളിലേക്കെടുക്കാം. വളരെ സാവകാശം പുറത്തേക്ക് വിടാം. കൈകൾ കൂട്ടിത്തിരുമ്മി കൈവെള്ളയിൽ ചൂട് അനുഭവപ്പെടുമ്പോൾ കണ്ണുകളിലേക്ക് വെച്ച് ചൂട് ആസ്വദിക്കാം. പ്രപഞ്ചശക്തിക്ക് നന്ദി പറയാം. ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ ഒരു 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് തന്നെ നിങ്ങളുടെ ലൈഫിൽ അനുഭവപ്പെടുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്കുണ്ടാവുന്ന അനുഭവങ്ങളെല്ലാം കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കാതിരിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷവും ഒരുപാട് സമൃദ്ധിയും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.